ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഡക്ക് കറിയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ ഡക്കാണ് എടുത്തിരിക്കുന്നത്. ഇത് കഴുകി വൃത്തിയാക്കി വെള്ളം പോകാൻ വെച്ചിരുന്നതാണ്. ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വേവിക്കുന്ന ടൈമിൽ നമുക്ക് 2 പച്ചമുളക്, 1 സവോള, ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഓരോ ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് 1 മുറി തേങ്ങാപ്പാൽ ആവശ്യമുണ്ട്. 1-ാം പാൽ നമുക്ക് മാറ്റി വയ്ക്കാം. 2-ാം പാലും 3-ാം പാലും ഇതിൻ്റെ കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ നമ്മൾ ലാസ്റ്റാണ് ഒഴിക്കുന്നത്. അതിനുശേഷം 1/2 കപ്പ് വിനാഗിരിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഇത് നന്നായി ഇളക്കി കൊടുക്കാം. നമ്മൾ ഇതിലൊട്ടും വെള്ളം ചേർക്കുന്നില്ല. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ കുക്കറിൽ വിസിൽ വന്നതിന് ശേഷം സിമ്മിലിട്ട് 10 മിനിറ്റാണ് ഇത് വേകാനെടുക്കുന്ന സമയം. ഏകദേശം ഒരു 17 മുതൽ 20 മിനിറ്റ് വരെ എടുക്കും ഇത് വേകാൻ. ഇനി ഇത് വേകുന്ന സമയം കൊണ്ട് ഇതിൽ ആഡ് ചെയ്യാനുള്ള മസാല നമുക്ക് റെഡിയാക്കാം. അതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. 2 തക്കാളി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചത്, കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ വലിയ 1 സവാള അരിഞ്ഞത്. ഇനി ഇതുണ്ടാക്കാനായിട്ട് ഒരു കടായി എടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. സവാള കുറച്ചൊന്ന് വാടി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ ഇത് നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. നമ്മൾ മാറ്റി വെച്ചിരുന്ന കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി, കാശ്മീരി ചില്ലി ഓരോന്നായി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മുരിയുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. പൊടികൾ ഇടുന്ന സമയത്ത് ഫ്ലെയിം സിമ്മിൽ വെക്കുന്നതായിരിക്കും നല്ലത്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പൊടികളെല്ലാം നന്നായി ഒന്ന് മുരിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിരുന്ന തക്കാളിയും കറിവേപ്പിലയും ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഡക്കിൽ നിന്ന് കുറച്ച് സ്റ്റോക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി തക്കാളി ഒന്ന് വേകുന്നത് വരെ അടച്ചു വയ്ക്കുക. ഒരു 2 മിനിറ്റ് വെച്ചാൽ മതി, അപ്പോഴേക്കും തക്കാളി വെന്ത് കിട്ടും. ഇപ്പോൾ തക്കാളി നന്നായി വെന്ത് ഒരു പേസ്റ്റ് ഫോമിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഡക്ക് ഇട്ട് കൊടുക്കാം. ഡക്ക് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ചാറോട് കൂടിയായിരിക്കും ഇതിരിക്കുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുക. ഇപ്പം നന്നായി തിളച്ച് എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യമേ മാറ്റി വെച്ചിരിക്കുന്ന 1-ാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ കറി തിളയ്ക്കാൻ പാടില്ല, അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പം നമ്മുടെ ഡക്ക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.